പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിലെയും ഭരണത്തിലെയും നിർണായകമായ ഒരു ഘട്ടത്തെ വിശകലനം ചെയ്യുമ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നേരിട്ട വെല്ലുവിളികളും ജനവികാരവും തമ്മിലുള്ള വിടവ് പ്രകടമാണ്. തുടർച്ചയായി രണ്ടാം ഭരണത്തിലേക്ക് കേരളം അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തിയപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ ഭരണത്തിന്റെ അവസാന കാലയളവിലേക്ക് എത്തുമ്പോൾ ആ പ്രതീക്ഷകളിൽ വലിയൊരു ഭാഗം മങ്ങുകയും അസംതൃപ്തി പടരുകയും ചെയ്തു. പിണറായി വിജയന് എവിടെയാണ് പിഴച്ചത് എന്ന് പരിശോധിക്കുമ്പോൾ പ്രധാനമായും ചില ഘടകങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിലെ അന്തരം തന്നെയാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിനെ ജനങ്ങളോട് സംവദിക്കാനും അവരുടെ ആശങ്കകൾ കേൾക്കാനും അദ്ദേഹം കാണിച്ച വിമുഖത വലിയൊരു കുറവായി മാറി. ഒരുപക്ഷെ ഭരണത്തിന്റെ ആദ്യകാലങ്ങളിൽ ലഭിച്ച വലിയ പിന്തുണ അദ്ദേഹത്തെ ജനകീയ പ്രതികരണങ്ങളിൽ നിന്നും അല്പം അകറ്റി നിർത്തിയിട്ടുണ്ടാകാം. സാധാരണക്കാരന്റെ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയൊരു ഭരണകൂടത്തിന്റെ കരുത്തോടെ സമീപിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നഷ്ടപ്പെട്ടത് മനുഷ്യത്വപരമായ സ്പർശമാണ്. ഭരണകൂടത്തിന്റെ അഹങ്കാരമായി ജനങ്ങൾ വിലയിരുത്തിയ ചില നടപടികൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി. കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും അവയെ കേവലം രാഷ്ട്രീയ പ്രേരിതമായി മാത്രം തള്ളിക്കളയാനുള്ള പ്രവണത ഭരണപക്ഷത്ത് നിന്നും ഉണ്ടായി. സിൽവർ ലൈൻ പദ്ധതി പോലെയുള്ള കാര്യങ്ങളിൽ ജനങ്ങളുടെ ആശങ്കകൾ ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിന് പകരം ഭരണകൂടം അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തോന്നൽ ജനങ്ങളിൽ ശക്തമായി. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ജനാധിപത്യ ഭരണകൂടം പാലിക്കേണ്ട വിവേചന ബുദ്ധിയും ക്ഷമയും അദ്ദേഹത്തിന് പലപ്പോഴും കൈമോശം വന്നു. അതുപോലെ തന്നെ പാർട്ടിയിലും ഭരണത്തിലും കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന്റെ അധികാര ശൈലി പാർട്ടിയിലെയും മുന്നണിയിലെയും ജനാധിപത്യ സ്വഭാവത്തെ ദുർബലപ്പെടുത്തിയെന്ന വിമർശനവും ഉയർന്നു. തീരുമാനങ്ങൾ ഏകീകൃതമാകുമ്പോൾ കേന്ദ്രീകൃതമാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുമേറും. താൻ എടുക്കുന്ന തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്നാണെന്ന തോന്നൽ പലപ്പോഴും അദ്ദേഹത്തെ ചുറ്റുമുള്ളവരെയും തെറ്റായ വഴിയിലേക്ക് നയിച്ചു. അധികാരത്തിന്റെ പരമോന്നതിയിൽ നിൽക്കുമ്പോൾ കേൾക്കേണ്ടി വരുന്ന വിയോജിപ്പുകളെ ശത്രുതയോടെ കാണുന്ന ശൈലി അദ്ദേഹം തിരുത്തേണ്ടതായിരുന്നു. ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി ആരോപണങ്ങൾ എന്നിവയ്ക്കെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ അവയ്ക്കുള്ള മറുപടി വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിപക്ഷത്തെ പഴിചാരിയതല്ലാതെ സ്വന്തം ഭരണത്തിൽ വന്ന വീഴ്ചകൾ ഏറ്റുപറയാനോ തിരുത്താനോ അദ്ദേഹം തയ്യാറായില്ല. ജനങ്ങൾക്ക് ഭരണാധികാരിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കേവലം ഭരണം മാത്രമല്ല, തങ്ങളിൽ ഒരാളായി നിന്ന് പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു നേതാവിനെ കൂടിയാണ്. ആ ജനകീയ മുഖം കാലക്രമേണ പിണറായി വിജയനിൽ നിന്നും നഷ്ടപ്പെട്ടതാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പാളിച്ച. അധികാരം എപ്പോഴും ഒരു കത്തിയെ പോലെയാണ്. അത് ശരിയായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഭരണാധികാരിയെ തന്നെ അത് മുറിപ്പെടുത്തും. ചരിത്രത്തിലെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജനവികാരം മനസ്സിലാക്കാനും കഴിയാത്ത ഏതൊരു ഭരണാധികാരിയുടെയും പതനത്തിന് തുടക്കം കുറിക്കുന്നത് ഇത്തരത്തിലുള്ള അഹങ്കാരവും ജനങ്ങളിൽ നിന്നുമുള്ള അകൽച്ചയുമാണ്. പിണറായി വിജയന്റെ രാഷ്ട്രീയ യാത്രയിൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നതാണ് സത്യം.